ഇന്നത്തെ അറിയിപ്പുകൾ. PSC ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം. 289 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടി. ജോലി പ്രതീക്ഷിച്ച് കാത്തിരുന്ന ആയിരക്കണക്കിന് PSC ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസമായി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി വീണ്ടും നീട്ടി. മെയ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെ കാലാവധി അവസാനിക്കാനിരുന്ന 289 റാങ്ക് ലിസ്റ്റുകളാണ് ഇനി നവംബർ 30 വരെ പ്രാബല്യത്തിൽ തുടരുമെന്ന് PSC അറിയിച്ചത്. വിവിധ റാങ്ക് ലിസ്റ്റുകളിലായി ഏകദേശം 30,845 ഉദ്യോഗാർത്ഥികളാണ് നിയമനത്തിനായി കാത്തിരിക്കുന്നത്. കാലാവധി അവസാനിക്കാനിരിക്കെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് PSC നിർണായക തീരുമാനമെടുത്തത്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. തുടർന്ന് വിഷയത്തിൽ സർക്കാർ ഇടപെടുകയും PSCക്ക് പ്രത്യേക ശുപാർശ നൽകുകയും ചെയ്തു. പുതിയ സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിങ്കളാഴ്ച ചേർന്ന PSC യോഗം ശുപാർശ അംഗീകരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫ്ലിപ്കാർട്ട് പാഴ്സലുകളുടെ വിതരണം ഇനി ഇന്ത്യ പോസ്റ്റിന്റെ സഹായത്തോടെ രാജ്യത്തെ ഗ്രാമങ്ങളിലെത്തും. ലാസ്റ്റ് മെയിൽ പാഴ്സൽ സർവീസ് ഡെലിവറി കരാറിന് ഇരുവിഭാഗവും ഒപ്പുവച്ചു. ഇ-കൊമേഴ്സ് മേഖലയ്ക്കും ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കും ആശ്വാസമേകുന്ന നീക്കവുമായി തപാൽ വകുപ്പും പ്രമുഖ ഇ-കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ടും. ഇന്ത്യയിലുടനീളം ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കാനുള്ള ലാസ്റ്റ് മെയിൽ പാർസൽ സർവീസ് ഡെലിവറി കരാറിന് ഇരുവിഭാഗവും ധാരണയായി. രാജ്യത്തെ ഏറ്റവും വിശ്വസനീയവും വിപുലവുമായ തപാൽ ശൃംഖലയെ ഫ്ലിപ്കാർട്ടിന്റെ സാങ്കേതിക മികവുമായി കൂട്ടിയോജിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നഗരങ്ങളിലും അർദ്ധനഗരങ്ങളിലും മാത്രമല്ല, തപാൽ വകുപ്പിന്റെ സഹായത്തോടെ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും ഇനി മുതൽ ഫ്ലിപ്കാർട്ട് സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാകും. ഇന്ത്യയിലുടനീളമുള്ള 1.6 ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസുകളുടെ വലിയ ശൃംഖല ഫ്ലിപ്കാർട്ട് പാഴ്സലുകൾ എത്തിക്കാൻ ഇനി ഉപയോഗപ്പെടുത്തും. പ്രീപെയ്ഡ് പാഴ്സലുകൾക്ക് പുറമെ ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യവും സുരക്ഷിത വിതരണത്തിനായി OTP അധിഷ്ഠിത വേരിഫിക്കേഷൻ സംവിധാനവും ഉണ്ടാകും. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സൽ എവിടെ എത്തിയെന്ന് തത്സമയം അറിയാനുള്ള സാങ്കേതിക സൗകര്യവും ഒരുക്കും. തപാൽ വകുപ്പും ഫ്ലിപ്കാർട്ടും തമ്മിലുള്ള മികച്ച ഏകോപനത്തിലൂടെ വിതരണ സമയം പരമാവധി കുറയ്ക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കത്തിന് സജ്ജമായി വിഴിഞ്ഞം തുറമുഖം. സംസ്ഥാന സർക്കാർ അനുമതി ലഭിച്ചാൽ ജൂൺ ആദ്യവാരത്തോടെ വിഴിഞ്ഞം വഴിയുള്ള എക്സിം കാർഗോയ്ക്ക് തുടക്കമാകും. തുറമുഖവും ദേശീയപാത 66 തമ്മിൽ ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയായി. റോഡ് മാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. 20 ഉദ്യോഗസ്ഥരെ കൂടി വിഴിഞ്ഞത്ത് വിന്യസിക്കുന്നതിനുള്ള നടപടികളിലാണ് കസ്റ്റംസ്. ഇനി സംസ്ഥാന സർക്കാർ തീയതി തീരുമാനിക്കുന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തേക്കും പുറത്തേക്കും റോഡ് മാർഗമുള്ള ചരക്ക് നീക്കത്തിന് തുടക്കമാകും. ഇതുവരെ തുറമുഖങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ചരക്ക് നീക്കത്തിലെ കണ്ണി മാത്രമായിരുന്നു വിഴിഞ്ഞം. ഇനി കേരളത്തിലെയും തെക്കൻ തമിഴ്നാട്ടിലെയും ലോജിസ്റ്റിക് കമ്പനികൾക്കും വ്യവസായങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ വിഴിഞ്ഞത്തേക്ക് നേരിട്ട് ചരക്ക് എത്തിക്കുകയും ചെയ്യാം. വിഴിഞ്ഞത്തു നിന്ന് റോഡ് മാർഗം ചരക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാം. ഇതിലൂടെ സമയവും പണവും ലാഭിക്കാം. എക്സിം കാർഗോ തുടങ്ങുന്നതോടെ പ്രധാന കമ്പനികളെല്ലാം വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വ്യവസായങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാത്രിയിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് അധിക നിരക്ക് ഏർപ്പെടുത്താനും പകൽ സമയത്ത് നിരക്ക് കുറയ്ക്കാനും പുതിയ നീക്കം. ഇത് സംബന്ധിച്ച സാധ്യതകൾ പരിശോധിക്കാൻ KECBക്ക് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശം നൽകി. നിലവിൽ മാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്കും ചില വ്യവസായങ്ങൾക്കുമാണ് ടൈം ഓഫ് ദ ഡേ താരിഫ് ബാധകമായിരിക്കുന്നത്. പകൽ ഉപയോഗത്തിന് 10% ഇളവും രാത്രിയിൽ അധിക നിരക്കും നിലവിലുണ്ട്. ഈ സംവിധാനം എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും വ്യാപിപ്പിക്കാനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. കേരളത്തിൽ പകൽ വൈദ്യുതി ആവശ്യകത ശരാശരി 3500 മെഗാവാട്ട് മാത്രമാണ്. അതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന സോളാർ വൈദ്യുതി പകൽ സമയത്ത് കൂടുതലായി ലഭ്യമാണ്. എന്നാൽ രാത്രി 9 മുതൽ 12 വരെ ആവശ്യകത 5500 മെഗാവാട്ട് വരെ ഉയരുന്നു. ഈ സമയത്ത് യൂണിറ്റിന് 10 രൂപ വരെ ചെലവാകുന്നതിനാൽ രാത്രികാല ഉപയോഗം കുറയ്ക്കാൻ പ്രീമിയം നിരക്ക് ഏർപ്പെടുത്താനാണ് നീക്കം. പുതിയ സംവിധാനം വന്നാൽ സൗരോർജ്ജ ഉപഭോക്താക്കൾക്കും രാത്രിയിൽ കൂടുതൽ നിരക്ക് നൽകേണ്ടിവരും. പകൽ ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് പകരം രാത്രിയിൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സാഹചര്യം നിയന്ത്രിക്കാനാണ് ഈ തീരുമാനം. സൗരോർജ്ജ ഉൽപ്പാദനത്തിന്റെ വർധനയും ഉപഭോഗ രീതിയിലെ മാറ്റങ്ങളും പഠിച്ച് 3 മാസത്തിനകം പ്രത്യേക റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.